AK ആന്റണി സർക്കാരിന്റെ 50:50 എന്ന സ്വാശ്രയ മെഡിക്കൽ കരാർ പൂർണ്ണമായും ഉമ്മൻചാണ്ടി സർക്കാർ അട്ടിമറിച്ചു. സർക്കാരുമായി കരാർ ഉണ്ടാക്കുന്ന സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ 50% സീറ്റുകൾ സർക്കാരിന് വിട്ടുകൊടുക്കണമെന്ന ധാരണകൾ അട്ടിമറിച്ചും സർക്കാർ കരാർ ഉണ്ടാക്കി. ഇതോടെ മെറിറ്റിൽ പ്രവേശനം ലഭിക്കേണ്ടിയിരുന്ന നിരവധി വിദ്യാർത്ഥികളുടെ അവസരമാണ് നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ കോന്നി, പാരിപ്പള്ളി മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനത്തിന് വഴിയൊരുക്കുന്നതിനായി സർക്കാർ കോടതിയെ സമീപിക്കണമെന്ന ആവശ്യം ശക്തമായി. സർക്കാരുമായി കരാർ ഒപ്പിടുന്ന സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ 50% സീറ്റുകൾ സർക്കാരിന് നൽകുന്നതാണ് നിലവിലെ രീതി. എന്നാൽ മലബാർ മെഡിക്കൽ കോളേജുമായി സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ അതും അട്ടിമറിക്കപ്പെട്ടു. 150 സീറ്റുള്ള മലബാർ മെഡിക്കൽ കോളേജ് നൽകിയത് 50 സീറ്റ് മാത്രം. അതായത് 50% നൽകാത്ത ഇവരുമായും സർക്കാർ കരാർ ഒപ്പിട്ടു. ഇതോടെ 25 മെറിറ്റ് സീറ്റുകൾ ഇവിടെ മാത്രം നഷ്ടപ്പെട്ടു. ഇതിനെതിരെ കേരള മെഡിക്കൽ എൻട്രൻസ് റാങ്ക് ഹോൾഡേഴ്സ് പേരൻസ് അസോസിയേഷൻ രംഗത്തെത്തി. 50% വിട്ടു നൽകാതെ 150 സീറ്റിൽ 50 സീറ്റ് മാത്രമാണ് സർക്കാരിന് വിട്ടു നൽകിയത്. ഈ ധാരണയിൽ സർക്കാരും കോളേജ് മാനേജ്മെൻറ്റുമായി എന്തോ ഒരു ഡീൽ നടന്നതായി ഞാൻ സംശയിക്കുന്നു. ഇതേ ദിവസം കരാർ ഒപ്പിട്ട മറ്റു കോളേജുകൾ 50% സീറ്റ് സർക്കാരിന് നൽകിയപ്പോഴാണ് മലബാർ മെഡിക്കൽ കോളേജുമായി മാത്രം പ്രത്യേക കരാർ. ന്യൂനപക്ഷ പദവിയുടെ പേരിൽ MES അടക്കമുള്ളവർ 50% സീറ്റ് വിട്ടുകൊടുക്കാതിരുന്നതോടെ ആ വഴിക്കും മെറിറ്റ് സീറ്റുകൾ നഷ്ടമായി. ഈ സാഹചര്യത്തിൽ പാരിപ്പള്ളി, കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നേടിയെടുക്കാനായി സർക്കാർ കോടതിയിൽ പോകണമെന്നാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.